മുന്നേറുമ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും അതിന് തുരങ്കം വെക്കുകയാണെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിലെ 18 എം.പിമാരും കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ 39ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി. 2 ദിവസമായി നടന്ന വാർഷിക സമ്മേളനം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സർവകലാശാലകളെ തകർക്കുന്ന നീക്കത്തിൽ നിന്നും UGCയും കേന്ദ്ര സർക്കാരും പിൻവാങ്ങണമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിൽ നിന്നുമുള്ള 18 UDF എംപിമാർ കേരള വിരുദ്ധതയല്ലാതെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എല്ലാ വികസനത്തെയും എതിർക്കുമെന്ന പരസ്യ നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുൻപ് കേരളത്തിലുണ്ടായിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. MG യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഒരു ഇഞ്ച് ഈ കേരളം മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല, കേരളത്തിന്റെ ഒരു വികസന പ്രവർത്തനവും അംഗീകരിക്കില്ല എന്ന് പച്ചയായി ഇതുപോലെ പരസ്യപ്പെടുത്തിയ ഒരു പ്രതിപക്ഷ നേതാവോ ഒരു പ്രതിപക്ഷമോ ഈ ലോകത്ത് എവിടെയുമില്ല. സമ്മേളനത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെ റാലി നടന്നു. പൊതുസമ്മേളനത്തിൽ എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് KT രാജേഷ് കുമാർ അധ്യക്ഷനായി. CPIM നേതാക്കളായ ഡോക്ടർ PK ബിജു, AV റസൽ, അഡ്വക്കേറ്റ് K അനിൽകുമാർ, അഡ്വക്കേറ്റ് റെജി സക്കറിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തെ അഭിവാദ്യം ചെയ്തു. സമ്മേളനം KT രാജേഷ് കുമാറിനെ പ്രസിഡന്റായും MS സുരേഷിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.